എനിക്ക് ഇപ്പോൾ മോശമാണെങ്കിൽ ഫീഡ്ബാക്ക് വരാറില്ല. നല്ലതാണെമ്പോഴാണ് ആൾക്കാർ അണ്ണാ കലക്കി എന്ന് പറഞ്ഞ് ഫീഡ്ബാക്ക് അപ്പോൾ ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ സിനിമ റിലീസായ സമയം മുതൽ എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചും അതിൽ ഡിജോ എന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതിയെക്കുറിച്ചും ഈ കുഞ്ഞമ്പു നമ്പ്യാർ പട്ടേലറിൻ്റെ പ്രത്യേകിച്ച് അയാളുടെ യങ്ങർ പോർഷൻസിലെ ഒരു സീനിനെ കുറിച്ചുമൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് വിളിച്ചറിയിച്ചു. അതിൽ വലിയ സന്തോഷം. എപ്പോഴും ഞാനൊരു സംവിധായകൻ കൂടി ആയതുകൊണ്ട് ഇത് പറയുന്നതിലൊരു ചെറിയ അഭംഗി ഉണ്ടാകും. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എവറി ആക്ടർ ഇസ് ലിമിറ്റഡ് ബൈ ദ ഡയറക്ടർ എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സംവിധായകൻ അനുവദിക്കുന്ന അളവിൽ മാത്രമേ ഒരു നടനോ നടിക്കോ ശോഭിക്കാൻ സാധിക്കൂ ഒരു സിനിമയിൽ. കാരണം അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ പിന്നക്കിൾ എന്ന് പറയുന്നത് ഡയറക്ടറിൻ്റെ വിഷനാണ്. ആ വിഷനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു ആക്ടർക്കാണെങ്കിലും ഈവൻ ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ പോലും ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു സിനിമയിൽ ഒരു നടൻ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു നടൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയ പങ്ക് ആ സിനിമയുടെ സംവിധായകന് ഉള്ളതാണ്. അപ്പോൾ അതിപ്പോൾ അരവിന്ദ് സ്വാമിനാഥൻ ആണെങ്കിലും കുഞ്ഞമ്പു നമ്പ്യാർ പട്ടേലറാണെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് ഡിജോയ്ക്കും ആ കഥാപാത്രങ്ങൾ എഴുതി സൃഷ്ടിക്കുകയും ചെയ്ത ഷാരസിനും സുരേഷ് ചേട്ടനും ഉള്ളതാണ്. അപ്പോൾ അതിൽ സംവിധായകൻ ആവശ്യമുള്ള അല്ലെങ്കിൽ സംവിധായകൻ ആഗ്രഹിച്ച പോലെ ഒരു മാനിഫെസ്റ്റേഷൻ ആ കഥാപാത്രത്തിന് എനിക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷവും അഭിമാനവും.